ഇല്ല, ഇവിടെ എന്താണ് പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കുഴപ്പം? എന്താ നിങ്ങളുടെ ഇഷ്യൂ എന്താന്ന് അതെ എന്താ ഷാബു, നിങ്ങളുടെ പ്രശ്നം? ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പൊ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചെയ്തു കൂട്ടുന്ന എന്തൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് സംസ്ഥാനം എന്താണ് ഭരിക്കണമെങ്കിൽ അല്ല അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ട് ഭരിക്കണം. അല്ലാതെ ഈ വളഞ്ഞ വഴിയൊക്കെ ചീപ്പല്ലേ ഷാബു പ്രസാദ്? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചല്ലാതെ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? അങ്ങനെ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താ? ഇവിടെ സംഘപരിവാർ ചായ്വുള്ളവരെ വി സി ആക്കി വെച്ചിരിക്കുന്നു. ഈ നാട്ടിൽ ആർക്കും ഏത് രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ കോഴിക്കോട് സർവകലാശാലയുടെ വി സി ആയിട്ട് കാലാകാലങ്ങളിൽ ഇരുന്നത് എപ്പോഴും മുസ്ലിം ലീഗിന്റെ നോമിനികളായിരുന്നു. ഈ എത്രയോ കാലങ്ങളാണ് നടന്നിട്ടുണ്ടത്. ഓരോ ഭരിക്കുന്ന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ അവരുടെ നയത്തിനനുസരിച്ചും അവരോട് യോജിച്ചു പോകുന്നതുമായിട്ടുള്ള ആൾക്കാരെയാണ് പ്രധാന നിർണായക സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഗവർണർ കുറച്ച് പ്രോആക്റ്റീവായി ഗവർണർക്ക് നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ഭരണഘടനാപരമായി തന്നെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? ഷാബു പ്രസാദ്, നിയമത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ നിയമം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഭരണഘടനാ ധാർമ്മികത എന്നൊരു സംഗതിയുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും CPM ഒക്കെ താല്പര്യമുള്ള ആൾക്കാരെ വി സി ആക്കുന്നത്. അവർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയും മത്സരിക്കുന്ന പാർട്ടി ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള പാർട്ടിയാണ്. എന്നിട്ടാണ് അവരവരുടെ പദവിയുള്ള ആളെ വെക്കുന്നത്. ഇത് മാൻഡേറ്റ് ഒന്നും ഇല്ലാന്ന്. ഇത് ഈ പറഞ്ഞ ഗവർണറുടെ ഓഫീസിന്റെ സൂക്ഷ്മ സാധ്യതകളെ ഉപയോഗിക്കുകയാണ്. എന്തിന്? ഈ മാൻഡേറ്റിന് മുകളിൽ കൂടി. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടികൾക്ക് അവരുടെ ആളുകളെ വെക്കാം. അത് ജനങ്ങൾ ആ പാർട്ടിക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. അത് കോൺഗ്രസിനും CPM നും ലീഗിനും എല്ലാം കൊടുക്കുന്ന പിന്തുണയാണ്. RSPക്കും കേരള കോൺഗ്രസിനും ഒക്കെ കൊടുക്കുന്ന പിന്തുണയാണ്. ആ പിന്തുണ ഗവർണർക്കില്ല. ഗവർണർ ഈ അധികാരത്തിന്റെ സാധ്യത ഉപയോഗിച്ച് മാൻഡേറ്റ് ഉള്ള മനുഷ്യർ അവരുടെ ആളുകളെ വെക്കാനുള്ള സ്പേസിലേക്ക് അതിനെ വെട്ടി ആളെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ ധാർമ്മികത, അന്തസ് പോലെയുള്ള വാക്കുകൾ കൂടി അവിടെ ചേർക്കേണ്ടതുണ്ട്. അല്ലാതെ നിയമം വെച്ച് ഗവർണർക്ക് ചെയ്യാനാണെങ്കിൽ നിയമം വെച്ച് ഗവർണർക്ക് ഒരുപാട് കാര്യം ചെയ്യാം. ഈ ധാർമ്മികതയെ പറ്റിയൊന്നും വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഇവിടെ ഓരോരുത്തരുടെയും ധാർമ്മികതയുടെ അളവൊക്കെ നമ്മൾ പരിശോധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. ഇവിടെ ഗവർണർ പ്രവർത്തിച്ച് ഇനിയിപ്പോൾ മാൻഡേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ മാൻഡേറ്റ് ഉള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് ഗവർണർ. അപ്പോൾ ആ മാൻഡേറ്റ് അവിടെയും വരുന്നുണ്ട്. അങ്ങനെയുള്ള കണക്കൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വർത്തമാനം പറയാതിരിക്കുക നിഷാദേ നല്ലത്. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഗവർണർ ചെയ്തതിൻ്റെ അകത്ത് ഇപ്പം യോഗ്യത ഇല്ലാത്തവരെ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ, അങ്ങനെയുള്ളവരെ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അതിന് ചോദ്യം ചെയ്യാൻ ഇവിടെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അല്ലാതെ ഗവർണർ അപ്പോയിന്റ് ചെയ്ത ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് ചെയ്തവർക്ക് അവർ ഇന്ന രാഷ്ട്രീയം പറയുന്നവരാണ് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാനേ പറയാം. രാഷ്ട്രീയ ചിന്താഗതി മാത്രമല്ല, ക്വാളിഫിക്കേഷൻ ഇഷ്യൂ ഉണ്ട്. ഗവർണർ കേന്ദ്ര ക്വാളിഫിക്കേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പ്ലാറ്റ്ഫോമിൽ ചോദ്യം ചെയ്യൂ. അത് പ്ലാറ്റ്ഫോമിൽ ചോദ്യം ചെയ്യുന്നവർ ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞ ഗവർണറുടെ ഭരണഘടനാ ധാർമ്മികതയാണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അല്ല, നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കാര്യം നടത്താൻ ചുമതലപ്പെട്ട ആളാണോ ആർലേക്കർ? ആർലേക്കർ റെപ്രസെന്റേറ്റീവ് ആണ്. അല്ലെന്ന് ഗവർണർ ആരുടെ പ്രതിനിധിയാണ്? രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. രാഷ്ട്രപതിയുടെ പണി ഇതാണോ? കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. അതൊക്കെയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ കാര്യത്തിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ മാൻഡേറ്റ് ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജിയെ തീരുമാനിക്കും പോലും കേന്ദ്ര സർക്കാരിന്റെ കൺസൾട്ടേഷൻ നിയമ സാങ്കേതികതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ പരിപാടി കേന്ദ്ര സർക്കാരിന്റെ വിജയത്തിലാണോ? ഇതിന്റെ അകത്ത് നിയമവിരുദ്ധതയുണ്ടോ? ധാർമ്മികതയുടെ കാര്യമൊക്കെ അവിടെ മാറ്റിവെക്കുക. ധാർമ്മികതയുടെ വർത്തമാനമൊന്നും